ഹായ് ഓൾ, വെൽക്കം ടു ഹൈംസ് അക്കാഡമി. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, ഓഗസ്റ്റ് 2 നടക്കാനിരുന്ന എക്സാം പോസ്റ്റ്പോൺ ചെയ്തു. പിന്നെ എന്നാണ് എക്സാമിൻ്റെ ഡേറ്റ്? അതാണ് നമ്മളുടെ ഏറ്റവും വലിയൊരു ടെൻഷൻ എന്ന് പറയുന്നത്. എക്സാമിൻ്റെ ഡേറ്റ് ഇതുവരെയും LBS ഡിക്ലെയർ ചെയ്തിട്ടില്ല. പലരും പലയിടത്തും പല ഡേറ്റുകൾ പറയുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ ഒരു ഡേറ്റ് ഇതുവരെയും LBS ഡിക്ലെയർ ചെയ്തിട്ടില്ല. എപ്പോഴും നമുക്കറിയാം സെറ്റിൻ്റെ എക്സാമിൻ്റെ മാറ്റി വയ്ക്കുമ്പോൾ ജനുവരിയിലത്തെ എക്സാം മാറ്റിയപ്പോൾ ഫെബ്രുവരി ജനുവരി ലാസ്റ്റ് നടക്കാൻ എക്സാം പോസ്റ്റ്പോൺ ചെയ്തപ്പോൾ അത് നേരെ മാറ്റിയത് ഫെബ്രുവരി ലാസ്റ്റിലേക്കാണ്. ഇനി ജൂലൈയിൽ നടക്കാനുള്ള എക്സാം മാറ്റിയപ്പോൾ നേരെ അത് മാറ്റിയത് ഓഗസ്റ്റ് ലാസ്റ്റിലേക്കാണ്. എപ്പോഴും അങ്ങനെയായിരുന്നു ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. ഇത്തവണ നമുക്കറിയാം ഓഗസ്റ്റ് ആദ്യം വരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഓണമൊക്കെ ആയതുകൊണ്ടാണ് മാറ്റിയത്. ഇനി അതുകൊണ്ട് തന്നെ ഇപ്പോൾ LBSലേക്ക് വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ഓഗസ്റ്റിൽ എക്സാം ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം മഴയുടെ പ്രശ്നങ്ങൾ മാറിയിട്ടില്ല. ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളായിട്ട് സ്കൂളുകളാണ് ഉള്ളത്. അപ്പം സ്കൂളുകൾ വിട്ടുകിട്ടണം. ഇനി ആ സ്കൂളുകൾ പൂർണ്ണമായിട്ടും ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് മാറി ദെൻ ആ സ്കൂളുകളൊക്കെ കിട്ടിയെങ്കിൽ മാത്രമേ എക്സാം നടക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി സെപ്റ്റംബറിൽ എക്സാം നടക്കത്തുള്ളൂ. അത് ഉറപ്പാണ്. ഓഗസ്റ്റ് ഉണ്ടാവത്തില്ല, സെപ്റ്റംബറിൽ മാത്രമാണ് നമുക്ക് എക്സാം വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ആകെപ്പാടെ ഇങ്ങനെ ഇനി നമ്മളെല്ലാം പഠിച്ചതായിരുന്നു, ഇനിയിപ്പോൾ എന്നാ ചെയ്യും എന്നോർത്ത് നമ്മൾ വിഷമിച്ചിരുന്ന നമ്മളാണ് ശരിക്കും പുറകോട്ട് പോകുന്നത്. അല്ലാതെ അങ്ങനെ ഓർത്തിരുന്നിട്ട് ഒരു കാര്യമില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും പഠിക്കുക. പഠിച്ചതുകൊണ്ട് ഒരിക്കലും ഒരു മനുഷ്യനും കുറവ് വന്നായിട്ടോട്ട് കേട്ടിട്ടുമില്ല. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ വീണ്ടും റിവൈസ് ചെയ്യുക, വീണ്ടും പഠിക്കുക. ഉറപ്പായിട്ടും നമ്മൾ ആ സമയമാകുമ്പത്തേന് നമ്മൾ കൂടുതൽ പഠിക്കത്തേ ഉള്ളൂ. അല്ലാതെ നമുക്ക് ഒരു കുറവും വരത്തില്ല. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇനി എക്സാം മാറ്റി ഞാൻ എല്ലാം പഠിച്ചതായിരുന്നു, ഇനി എല്ലാം മറന്നു പോകും, അത് ഓർത്തിരിക്കാതെ വീണ്ടും കൂടുതൽ ശക്തി ആർജിക്കുക, കൂടുതൽ പഠിക്കുക, കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. ഇത് ശരിക്കും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു അവസരമാണെന്നോർത്ത് മുന്നോട്ട് പോകാമെന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. അപ്പോൾ ഒരു കാരണവശാലും എൻ്റെ അവസരമായിരുന്നു, എനിക്ക് പഠിക്കാൻ ഇനി പറ്റത്തില്ല എന്നോർത്തിരിക്കരുത്. മാക്സിമം ട്രൈ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി നമുക്ക് സമയമുണ്ട്, അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇനിയും വൃത്തിയായിട്ട് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈംസ് അക്കാഡമി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ചെറിയൊരു ഫീസിൽ നിങ്ങൾക്ക് ഇന്ന് കേരളത്തിൽ കിട്ടുന്നതിൽ ഏറ്റവും മികച്ച ഒരു കോച്ചിങ് ഹൈംസ് അക്കാഡമിയിൽ അവൈലബിൾ ആണ്. നമ്മൾ ബാച്ചിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾ ദെൻ അവരോടൊക്കെ നിങ്ങൾ ചോദിക്കുമോ അല്ലെങ്കിൽ നമ്മളുടെ റിവ്യൂ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാനായിട്ട് പറ്റും എത്രമാത്രം ഒരു എഫേർട്ട് നമ്മുടെ ക്ലാസ്സിൽ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കാം, വ്യക്തമായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ നമ്മളുടെ ഹൈംസ് അക്കാഡമിയിൽ നമുക്ക് അവസരമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ആവാം. ഇനി അതോടൊപ്പം തന്നെ പറയാനുള്ളത്, നമ്മളൊരു പുതിയ ബാച്ച്, അതായത് അടുത്ത ഫെബ്രുവരിയിലാണ് നമുക്കിനി എക്സാം വരുന്നത്. അപ്പോൾ അതിലേക്കുള്ള ആ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളുടെ ക്ലാസ് നമ്മൾ മൺഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. നെക്സ്റ്റ് മൺഡേ തൊട്ട് നമ്മളുടെ പുതിയ ബാച്ചിൻ്റെ ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്യും. കാരണം ഇത്തവണ വെക്കാത്തൊരു ദിവസത്തോളം കൃത്യമായിട്ട് പഠിച്ചു പോകാൻ. അതായത് ഇവിടെ നമ്മൾ ജോയിൻ ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സെറ്റിനെ കുറിച്ച് നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ പഠിപ്പിച്ചിരിക്കും, 100% നമ്മൾ പഠിപ്പിച്ചിരിക്കും. നിങ്ങൾ അതിൻ്റെ അകത്ത് ഒരു ടെൻഷനും വേണ്ട ആവശ്യം വരുന്നില്ല. ചെറിയൊരു എമൗണ്ടിന് നിങ്ങൾക്ക് സബ്ജക്റ്റ് നല്ല രീതിയിൽ കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ നല്ലൊരു കോച്ചിങ്, ഏറ്റവും നല്ലൊരു കോച്ചിങ് ആഗ്രഹിക്കുന്നുണ്ട്, ഒറ്റ തവണ കൊണ്ട് സെറ്റ് പാസ്സാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈംസ് അക്കാഡമി നിങ്ങളുടെ ബെസ്റ്റ് ഓപ്ഷനാണ്. നിങ്ങൾ ചാടിക്കയറി ജോയിൻ ആവേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിക്കാം ഹൈംസ് അക്കാഡമിയെക്കുറിച്ച്. ദെൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മളുടെ ബാച്ചിലുള്ള കുട്ടികൾ, ഇപ്പോൾ നിലവിലുള്ള ബാച്ചിൻ്റെ ഉള്ള കുട്ടികളുടെ നമ്പർ വേണമെങ്കിൽ അങ്ങനെ തരാം. ദെൻ അതൊന്നും നോക്കാം. നമ്മളുടെ ദെൻ അതുപോലെ തന്നെ യൂട്യൂബിൽ ഇഷ്ടംപോലെ റിവ്യൂ കിടപ്പുണ്ട്. അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ 100% കൺഫേംഡ് ആയിട്ട് നിങ്ങൾ ജോയിൻ ആയാൽ മതി. നിങ്ങൾ ഒരു ടെൻഷനും ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പൈസ പോയി കളഞ്ഞിട്ട്, ഒത്തിരി എമൗണ്ട് കളഞ്ഞിട്ട് ടീച്ചറെ ഇത് അറിഞ്ഞില്ലായിരുന്നു എന്ന് പറഞ്ഞ് വരുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അപ്പം നമ്മൾ ശരിക്കും പൈസയല്ല നോക്കുന്നത്, അതിലേക്ക് ഉപരിയായിട്ട് 100% നിങ്ങൾക്ക് ഒരു വിജയമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു വിജയിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഹൈംസ് അക്കാഡമി നിങ്ങളുടെ കൂടെയുണ്ട്. നല്ല ഒരു കോച്ചിങ് നിങ്ങൾക്ക് കിട്ടും. ഇപ്പം നിങ്ങളുടെ പേപ്പർ 1 നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എത്രമാത്രം നിങ്ങൾ ഏജ് ഉണ്ട് അല്ലെങ്കിൽ എത്രമാത്രം ഗ്യാപ്പ് ഉണ്ട് ഒന്നും പേടിക്കേണ്ട. ജനറൽ പേപ്പർ നിങ്ങൾ പുഷ്പം പോലെ ഈസി ആയിട്ട് പഠിച്ചിരിക്കും. ഇനി കൊമേഴ്സ് പേപ്പറൊക്കെ ആണെങ്കിൽ, കൊമേഴ്സിനൊക്കെ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ആളുകൾ എഴുതുന്ന കൊമേഴ്സ് പേപ്പറാണ്. വർഷങ്ങളായിട്ട് എഴുതുന്നവരുണ്ട്. 100% നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊമേഴ്സിൻ്റെ 120-ൽ മിനിമം ഒരു 80 മാർക്ക് നിങ്ങൾ ഈസി ആയിട്ട് സ്കോർ ചെയ്യും. നിങ്ങളൊന്നും അതിനകത്ത് ഇങ്ങനെ അറ്റപ്പറ്റിയൊന്നും നോക്കേണ്ട ഒരാവശ്യമില്ല. നിങ്ങൾ ഈസി ആയിട്ട് പാസ്സാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇനി എല്ലാ സെക്കൻഡ് പേപ്പറിനും, ഏതൊരു സബ്ജക്റ്റിൻ്റെയും സെക്കൻഡ് പേപ്പറും നമ്മളെ ഹെൽപ്പുണ്ട്. അപ്പം എല്ലാ സെക്കൻഡ് പേപ്പറുകാരും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു കോച്ചിങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹൈംസ് അക്കാഡമിയിൽ കോൺടാക്ട് ചെയ്യുക. മൺഡേ മുതൽ നമ്മളുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്. ഈസി ആയിട്ട് പഠിക്കാൻ, നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ, അതും നിങ്ങളുടെ ചുരുങ്ങിയ സമയത്തിൽ നിന്ന് പഠിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു കോച്ചിങ്. താങ്ക്